ഹായ് ഓൾ, വെൽക്കം ടു വിങ്സ് ടു വിൻ എഡ്യൂക്കേഷൻ. കേരള പി എസ് സിയുടെ പ്രധാനപ്പെട്ട അത് SLC ലെവലായാലും +2 ലെവലായാലും ഡിഗ്രി ലെവലായാലും എല്ലാ എക്സാംസിനും ചോദിച്ചു കണ്ടിട്ടുള്ള യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏരിയാസിൽ നിന്നുള്ള പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പോർച്ചുഗീസുകാരെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലേക്ക് ആദ്യം എത്തിയതും ഇന്ത്യയിൽ നിന്നും അവസാനം വിട്ടുപോയതുമായിട്ടുള്ള യൂറോപ്യന്മാരാണ് ആര്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിലേക്ക് ആദ്യം വന്നവരും അവർ തന്നെയാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യം വിട്ടുപോയവരും പോർച്ചുഗീസുകാർ തന്നെയാണ്. ഇന്ത്യ ചരിത്രത്തിലെ യൂറോപ്യൻ കാലഘട്ടം തന്നെ ആരംഭിക്കുന്നത് പോർച്ചുഗീസുകാരുടെ വരവോട് കൂടിയാണ്. അതിനു മുമ്പ് അറേബ്യൻസ് ഒക്കെ ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി ഇന്ത്യയിൽ കച്ചവടത്തിനായി വന്നിട്ടുള്ള ആദ്യ യൂറോപ്യൻ ശക്തികൾ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരെ റെപ്രസെന്റ് ചെയ്തിട്ട് AD 1498 മെയ്യില് വാസ്കോഡ ഗാമയാണ് ഇന്ത്യയിൽ എത്തിയത്. ഇന്ത്യയിൽ ആദ്യം എത്തിയത് ആരാണ്? വാസ്കോഡ ഗാമയാണ് എത്തിയത് 1498 AD 1498. എല്ലാവർക്കും അറിയാം അല്ലെ, കാപ്പാട് കടപ്പുറത്തിന് അടുത്താണ് വാസ്കോഡ ഗാമ ആദ്യമായി വന്ന് കപ്പലിറങ്ങിയത്. ഓക്കെ, സാവോ ഗബ്രിയേല്, സാവോ റാഫേല്, ബെറിയോ എന്ന് പറയുന്ന 3 കപ്പലുകളിലായിട്ടാണ് ഗാമയും സംഘവും ഇന്ത്യയിലെത്തിയത്. ഏതൊക്കെയാണ് കപ്പലുകൾ? സാവോ ഗബ്രിയേല്, സാവോ റാഫേല്, ബെറിയോ. ഈ 3 കപ്പലുകളുടെ പേരുകളും ഓർത്തിരിക്കുക. ഈ 3 കപ്പലുകളിലായിട്ടാണ് ഗാമയും സംഘവും ഇന്ത്യയിലെത്തിയത്. അതിൽ ഗാമ നയിച്ച കപ്പൽ ഏതായിരുന്നു? അത് സാവോ ഗബ്രിയേൽ ആണ്. സാവോ ഗബ്രിയേൽ എന്ന് പറയുന്ന കപ്പലാണ് ഗാമ നയിച്ചത്. പോർച്ചുഗലിലെ മാനുവൽ രാജാവാണ് ഗാമയെയും സംഘത്തെയും ഇന്ത്യയിലേക്ക് അയച്ചത്. പോർച്ചുഗലിലെ മാനുവൽ രാജാവാണ് ഗാമയെയും സംഘത്തെയും ഇന്ത്യയിലേക്ക് അയച്ചത്. പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്നുമാണ് അവർ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ലിസ്ബണിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത യാത്ര ഇന്ത്യയിൽ 1498 എത്തിച്ചേർന്നു. ഇനി ഇവയെ പോർച്ചുഗീസുകാരെ വിളിക്കുന്ന പേരാണ് പറങ്കികൾ എന്ന് പറയുന്നത്. പറങ്കികൾ എന്ന പേരിലാണ് ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്നത്. ഗാമയുടെ സംഘത്തിലെ ഒരു കപ്പലിന്റെ കപ്പിത്താന് ഗാമയുടെ തന്നെ സഹോദരനായ പൗലോഡ ഗാമയായിരുന്നു. ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഗാമയുടെ ആ 3 കപ്പലുള്ള സംഘത്തിലെ ഒരു കപ്പലിന്റെ കപ്പിത്താൻ ആരായിരുന്നു? പൗലോഡ ഗാമയായിരുന്നു. ഈ പൗലോഡ ഗാമ എന്ന് പറയുന്നത് വാസ്കോഡ ഗാമയുടെ സഹോദരനായിരുന്നു. ഗാമ കപ്പലിറങ്ങിയ കോഴിക്കോട്ടെ കാപ്പാട് തീരം മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഏതായിരുന്നു? കപ്പക്കടവ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഗാമ കപ്പലിറങ്ങിയത് എവിടെയാണ്? കോഴിക്കോട്ടെ കാപ്പാട് തീരത്തിലാണ് അല്ലെ. ഈ തീരം മുമ്പ് അറിയപ്പെട്ടിരുന്നത് കപ്പക്കടവ് എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി പോർച്ചുഗീസുകാരുടെ ബന്ധത്തിന്റെ ഫലമായിട്ട് പോർച്ചുഗീസുകാർ ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയതിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഒരു കലാരൂപമാണ് ചവിട്ടുനാടകം. പോർച്ചുഗീസുകാരുടെ ബന്ധത്തിന്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുള്ള കലാരൂപമാണ് ചവിട്ടുനാടകം. വാസ്കോഡ് ഗാമയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ഫോർട്ട് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിനടുത്താണ് വാസ്കോഡ് ഗാമയുടെ അന്ത്യവിശ്രമ സ്ഥലമായിട്ട് ഇന്ത്യയിൽ കണക്കാക്കപ്പെടുന്നത്. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിൽ ബന്ധം സ്ഥാപിച്ചതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വിളകൾ പോർച്ചുഗലിൽ നിന്നും ഇങ്ങോട്ട് ഒരുപാട് വിളകൾ എത്തിച്ചേർന്നു. ഏതൊക്കെയാണ്? കശുമാവ്, കൈതച്ചക്ക, പുകയില, പപ്പായ, വറ്റൽമുളക്, പേരക്ക, നിലക്കടല. ഇവയൊക്കെ പോർച്ചുഗീസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫലമായി ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള വിളകളാണ്. കോൺട്രിബ്യൂഷൻസിന്റെ കേസിൽ അല്ല, യൂറോപ്യൻ ശക്തികളുമായിട്ടുള്ള ഇന്ത്യൻ ബന്ധത്തിന്റെ ഭാഗമായിട്ട് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് എന്തൊക്കെ സംഭാവന ചെയ്തു, എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന ഭാഗത്ത് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയിലെ ജലമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. അതിൽ ആദ്യത്തെ യൂറോപ്യനാണ് വാസ്കോഡെ ഗാമ. വാസ്കോഡി ഗാമ എന്ന പേരിൽ ഒരു പട്ടണം തന്നെ ഇന്ത്യയിലുണ്ട്. അതെവിടെയാണ്? ഗോവയിലാണ്. ഗോവയില് വാസ്കോഡ ഗാമ എന്ന പേരിലുള്ള ഒരു സ്ഥലം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇനി ഗാമ നായകനായിട്ടുള്ള പോർച്ചുഗീസ് ഇതിഹാസ കാവ്യമാണ് ലൂസിയാഡ്സ്. ലൂസിയാഡ്സ് എന്താണ്? ഗാമയെ നായകനാക്കിക്കൊണ്ട് പോർച്ചുഗീസുകാര് പ്രിപ്പയർ ചെയ്തിട്ടുള്ള പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇതിഹാസ കാവ്യമാണ് ലൂസിയാഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട കോളനി എന്ന് പറയുന്നത് എവിടെയൊക്കെയായിരുന്നു? ഗോവ, ദാമൻ ദിയു,
ദാമൻ ദിയു ഇവിടേക്കായിരുന്നു പ്രധാനപ്പെട്ട പോർച്ചുഗീസ് കോളനികൾ. ഇന്ത്യയുടെ പോർച്ചുഗീസുകാരുടെ പ്രധാന കോളനി ഗോവയും ദാമൻ ദിയുവും ആയിരുന്നു. ഇനി ഈ ഗോവയിൽ നിന്നും ദാമൻ ദിയുവിൽ നിന്നും പോർച്ചുഗീസുകാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ വിജയ്. എന്താണ് ഓപ്പറേഷൻ വിജയ്? പോർച്ചുഗീസുകാർ ആധിപത്യം സ്ഥാപിച്ച, പോർച്ചുഗീസുകാർ കോളനിയാക്കി മാറ്റിയ ഗോവ, ദാമൻ ദിയു എന്നിവിടങ്ങളിൽ നിന്നും പോർച്ചുഗീസുകാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയ് 1961 നടത്തുന്നത്. ഈ 1961 ഓപ്പറേഷൻ വിജയുടെ ഭാഗമായിട്ടാണ് പോർച്ചുഗീസ് അധീനതയിലുള്ള പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനോടൊപ്പം ചേരുന്നത്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇന്ത്യയിലേക്ക് ആദ്യം എത്തുന്ന ശക്തിയും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യ വിട്ട് അവസാനമായിട്ട് പോകുന്ന വിദേശികളും പോർച്ചുഗീസുകാരാണ്. 1961 നിന്നുമാണ് പോർച്ചുഗീസുകാർ പൂർണ്ണമായും ഇന്ത്യയിൽ നിന്നും പോകുന്നത്. അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോന് ഈ ഓപ്പറേഷൻ വിജയ് അല്ലെങ്കിൽ ഈ ഒരു പോർച്ചുഗീസുകാരെ ഒഴിപ്പിക്കുന്ന ഈ നടപടിയെ വിശേഷിപ്പിച്ചത് എന്ത് പേരില? പോലീസ് ആക്ഷൻ എന്ന പേരിലാണ്. ഓപ്പറേഷൻ വിജയ് പോലീസ് ആക്ഷൻ എന്നാണ് അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോൻ വിശേഷിപ്പിച്ചിരുന്നത്. ഓക്കെ, പോർച്ചുഗീസുകാരെ കുറിച്ച് നമുക്ക് ഇത്രത്തോളം കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് പോർച്ചുഗീസ് കോട്ടകളെ കുറിച്ച് കാണാനുണ്ട്. അതിനുശേഷം നമുക്ക് ആരുടെ വരവ്? പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലെത്തിയ വിദേശികൾ ഡച്ചുകാരാണ്. ഡച്ചുകാരുടെ വരവിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ ലേണിംഗ്.